നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ ബിരാത് നഗർ എന്നു പേരുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ ഒരു മിഡിൽ ക്ലാസ് കുടുംബം ജീവിച്ചു വന്നിരുന്നു. ശ്രേഷ്ഠ ഫാമിലി എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. ഈ ദമ്പതികൾക്ക് കുട്ടികളായിട്ട് ഒരേ ഒരു മകളേ ഉള്ളൂ. അവളുടെ പേര് ഖ്യാതി ശ്രേഷ്ഠ. ഏക മകളായതുകൊണ്ട് ഖ്യാതിയെ അവർ പരമാവധി ലാളിച്ചാണ് വളർത്തിയത്. ഖ്യാതി എന്താവശ്യപ്പെട്ടാലും അവർ സാധിച്ചു കൊടുക്കും. പഠിക്കുവാനായിട്ട് വളരെ മിടുക്കിയായിരുന്നു ഖ്യാതി ശ്രേഷ്ഠ. അവൾക്കൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു. 8ാം ക്ലാസ് മുതൽ അവളുടെ മനസ്സിലൊരു ആഗ്രഹം കടന്നു കയറി. പഠിച്ച് ഒരു പൈലറ്റ് ആവണം. എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ ഇത്തരം പല ആഗ്രഹങ്ങളും പറയാറുണ്ട്. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് മാറും, അതോടൊപ്പം ആഗ്രഹങ്ങളും മാറും. എന്നാൽ ഖ്യാതിയുടെ കാര്യം മാത്രം നേരെ തിരിച്ചായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾ എന്തു പറഞ്ഞുവോ അതുതന്നെയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും പറഞ്ഞത്. ഖ്യാതിയുടെ മാതാപിതാക്കൾക്കും ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. തൻ്റെ മകൾ പൈലറ്റ് ആകുവാനായിട്ട് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹം മാത്രമല്ല, അവൾ അതിനായിട്ട് വളരെയേറെ കഷ്ടപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുവാനായിട്ട് ഈ മാതാപിതാക്കൾ തീരുമാനിച്ചു. ഒരു പൈലറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് ധാരാളം പണം ചെലവഴിക്കേണ്ടി വരും. +2 കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പൈലറ്റ് അക്കാഡമിയിൽ ചേർന്ന് പഠനമെല്ലാം പൂർത്തിയാക്കിയിട്ട് മടങ്ങി വരുമ്പോഴേക്കും കുറഞ്ഞത് 35 മുതൽ 40 ലക്ഷം രൂപ വരെ ചെലവാകും. ശ്രേഷ്ഠ കുടുംബം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്ന് ഇതിനോടകം പറഞ്ഞല്ലോ. അവളുടെ പിതാവ് വിചാരിച്ചത് ഇങ്ങനെയാണ്: ഇപ്പോൾ തൻ്റെ കൈവശം കുറച്ച് പണമുണ്ട്. മകളുടെ +2 പഠനം കഴിയുവാനായിട്ട് ഇനിയും 2 വർഷമുണ്ട്. ഈ സമയത്തിന്റെ ഉള്ളിൽ തനിക്ക് എങ്ങനെയെങ്കിലും കുറച്ച് പണം സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. ആ പണം ഉപയോഗിച്ച് ഇന്ത്യയിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ള ഏതെങ്കിലും ഫ്ലൈയിങ് സ്കൂളിൽ അവളെ ചേർക്കുവാനായിട്ട് കഴിയും. ഈ ഒരു ലക്ഷ്യം മുൻപിൽ കണ്ടുകൊണ്ട് അയാൾ താൻ സമ്പാദിക്കുന്ന പണമെല്ലാം ശേഖരിച്ചു വയ്ക്കുവാൻ തുടങ്ങി. ബിരാത് നഗറിൽ നിന്നും 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കിയ ഉടൻ തന്നെ ഖ്യാതിയും കുടുംബവും നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് പോവുകയാണ്. കാഠ്മണ്ഡുവിലുള്ള ജൂബിലന്റ് ആൻഡ് റിസർച്ച് സെന്ററിൽ +2 പഠിക്കുവാനായിട്ട് അവളെ ചേർത്തു. തന്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഖ്യാതി കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. തന്റെ കഴിവിനും അപ്പുറം അവൾ പഠിച്ചു. ഖ്യാതിയുടെ ഈ പരിശ്രമത്തെ നിരീക്ഷിച്ചിരുന്ന അവളുടെ അധ്യാപകർ പറഞ്ഞത് അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്നാണ്. എന്നാൽ 2009 ജൂൺ 5-ാം തീയതി അവളുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും അങ്ങനെ തുടങ്ങി സകലരുടെയും പ്രതീക്ഷയെ തകർത്തു കളഞ്ഞ ഒരു സംഭവം ഉണ്ടായി. അന്ന് രാവിലെ ഏകദേശം ഒരു 8 മണിയോടെ ഖ്യാതിയുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ മെസ്സേജിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: ഞങ്ങളൊരു വുമൺസ് മാഗസിന്റെ ആൾക്കാരാണ്. എല്ലാ മാസവും ഞങ്ങൾ ഒരു നറുക്കെടുപ്പ് നടത്താറുണ്ട്. നേപ്പാളിലെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികളുടെ ലിസ്റ്റ് എടുത്ത് അവരിൽ നിന്നും 1-2 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെ സെലക്ട് ആവുന്ന യുവതികൾക്ക് ഒരു പ്രൈസ് മണി ഞങ്ങൾ നൽകും. മാത്രവുമല്ല, പൊക്ര എന്നു പേരുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് അവർക്കൊരു യാത്രയും ഏർപ്പാട് ചെയ്യും. ഇതായിരുന്നു ആ മെസ്സേജിൽ ഉണ്ടായിരുന്നത്. 20,000 നേപ്പാൾ മണിയാണ് ഞങ്ങൾ പ്രൈസ് മണിയായിട്ട് നൽകുന്നത്. പൊക്രയിലേക്കുള്ള നിങ്ങളുടെ പോക്കുവരവിന്റെ ചെലവുകളും അവിടെ തങ്ങുന്ന ചെലവുകളും എല്ലാം ഞങ്ങൾ വഹിക്കും. ഇത്തവണ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പെൺകുട്ടികളിൽ ഒരാൾ നിങ്ങളാണ്. നിങ്ങൾക്കിതിൽ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് വരിക. ഏതാനും ഫോമുകൾ ഫിൽ ചെയ്ത ശേഷം 20,000 നേപ്പാൾ മണിയും വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോകാം. പൊക്രയിലേക്ക് ടൂർ പോകേണ്ട ഡേറ്റും മറ്റു കാര്യങ്ങളും പിന്നാലെ അറിയിക്കുന്നതായിരിക്കും. നേപ്പാളിലെ പൊക്ര എന്ന സ്ഥലം വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഒരു വട്ടമെങ്കിലും അവിടെ സന്ദർശിക്കണമെന്നുള്ളത് ഖ്യാതിയുടെ വലിയ ആഗ്രഹവുമായിരുന്നു. അതുമാത്രമല്ല, ഒന്നും അറിയാതെ വെറും ഭാഗ്യം കൊണ്ട് മാത്രം 20,000 നേപ്പാൾ മണിയാണ് തനിക്ക് കിട്ടുവാനായിട്ട് പോകുന്നത്. ഖ്യാതിക്ക് വലിയ സന്തോഷമായി. അവൾ വേഗം തന്നെ ആ മെസ്സേജിന് റിപ്ലൈ ചെയ്തു. ആ റിപ്ലൈ അതായിരുന്നു ഖ്യാതി ശ്രേഷ്ഠ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ആ മെസ്സേജിന് മറുപടി കൊടുത്ത അല്പസമയം കഴിഞ്ഞപ്പോൾ ഖ്യാതിയുടെ മൊബൈലിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. മെറീന ഷാക്യ എന്നു പേരുള്ള ഒരു യുവതിയായിരുന്നു ഖ്യാതിയുമായിട്ട് ഫോണിൽ സംസാരിച്ചത്. മെറീന ഖ്യാതിക്ക് താൻ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ അഡ്രസ് നൽകി. ഇന്ന് തന്നെ ഈ അഡ്രസ്സിൽ, അതായത് ഞങ്ങളുടെ ഓഫീസിൽ നീ വരണം. ഏതാനും ഫോമുകൾ ഫിൽ ചെയ്ത ശേഷം പ്രൈസ് മണിയും വാങ്ങിക്കൊണ്ട് മടങ്ങിപ്പോവാം. ഖ്യാതി വേഗം തന്നെ ഈ കാര്യം തന്റെ മാതാപിതാക്കളെ അറിയിച്ചു. അവർക്കും വലിയ സന്തോഷമായി. അവളുടെ പിതാവ് പറഞ്ഞത് എങ്ങനെയാണ്: നീ ഒരു കാര്യം ചെയ്യുക, തനിച്ചു പോകണ്ട, നമ്മുടെ ജോലിക്കാരനായ റാമിനെയും കൂട്ടിക്കൊണ്ടു പോയാൽ മതി. അങ്ങനെയാണ് രാവിലെ ഏകദേശം 10 മണിയോടെ ആ വീട്ടിലെ ജോലിക്കാരനായ റാമും ഖ്യാതിയും മെറീന പറഞ്ഞ അഡ്രസ്സിലേക്ക് പുറപ്പെട്ടത്. വൈകാതെ അവർ മെറീന പറഞ്ഞ അഡ്രസ്സിലെത്തി. അവരെ അവിടെയും കാത്ത് മെറീന നിൽപ്പുണ്ടായിരുന്നു. ഇരുവർക്കും ഒരു വെൽക്കം ഡ്രിങ്ക് കൊടുത്ത് താനാണ് ഖ്യാതിയുമായിട്ട് ഫോണിൽ സംസാരിച്ച മെറീനയെന്ന് അവൾ സ്വയം പരിചയപ്പെടുത്തി. അല്പനേരത്തെ സംഭാഷണത്തിന് ശേഷം മെറീന ഏതാനും ഫോമുകൾ എടുത്ത് ഖ്യാതിയുടെ മുൻപിലേക്ക് വെച്ചു. എന്നിട്ട് ഇവയിലെല്ലാം ഒപ്പിടുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഖ്യാതി അവൾ പറഞ്ഞ എല്ലായിടത്തും ഒപ്പിട്ടു. അപ്പോൾ മെറീന അവളോട് ഇങ്ങനെ പറയുകയാണ്: ഈ ഫോമുകളെല്ലാം അപ്രൂവലായിട്ട് വരുവാനായിട്ട് കുറച്ച് സമയമെടുക്കും. അത്രയും സമയം വരെ നിങ്ങളുടെ കൂടെ വന്ന ജോലിക്കാരനെ എന്തിനാണ് കാത്തിരിക്കുന്നത്? അയാളെ പറഞ്ഞു വിട്ടേക്കൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ നിങ്ങളെ വീട്ടിൽ കൊണ്ടുചെന്നാകാം. മെറീനയുടെ വാക്കുകൾ കണ്ണുമടച്ച് വിശ്വസിച്ച ഖ്യാതി റാമിനോട് ഇങ്ങനെ പറഞ്ഞു: റാം, നിങ്ങൾ ഇനി ഇവിടെ കാത്തിരിക്കേണ്ടതില്ല, വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളൂ. വൈകാതെ ഞാൻ വീട്ടിലേക്ക് വന്നുകൊള്ളാം. അങ്ങനെ റാം എന്ന ജോലിക്കാരൻ ഈ കുട്ടി പറയുന്നതും കേട്ട് വീട്ടിലേക്ക് പോവുകയാണ്.
അല്പസമയം കഴിഞ്ഞ് മെറീന മടങ്ങി വന്ന ഖ്യാതിയോട് ഇങ്ങനെ പറഞ്ഞു, അകത്ത് റൂമിന്റെ ഉള്ളിൽ സാർ കാത്തിരിപ്പുണ്ട്, നിങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ മീറ്റ് ചെയ്യൂ. അപ്പോഴാണ് മറ്റൊരാൾ കൂടി ഈ അപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് ഖ്യാതി അറിയുന്നത്. സാറോ, അതാരാണ്? അവൾ ചോദിച്ചു. ഈ വുമൻസ് മാഗസിന്റെ MD ആണ് അദ്ദേഹമാണ് ഈ പ്രൈസ് മണി നിങ്ങൾക്ക് തരുന്നത് എന്ന് മെറീനയും പറഞ്ഞു. MD കാണുവാനായിട്ട് ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറിയ ഖ്യാതിയുടെ കണ്ണുകൾ അമ്പരപ്പ് കൊണ്ട് വിടർന്നു. അതിന്റെ കാരണം ഈ കഥ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇരുവരും അല്പസമയം സംസാരിച്ചിരുന്നു. പെട്ടെന്ന് ഖ്യാതിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് ഒരു ടവൽ എടുത്ത് അവളുടെ മുഖത്ത് അമർത്തി പിടിച്ചു. അത് ക്ലോറോഫോം മുക്കിയ ടവലായിരുന്നു. അല്പസമയത്തിന്റെ ഉള്ളിൽ ബോധം കെട്ട് അവൾ നിലത്തേക്ക് വീണു. അന്നത്തെ പകൽ കടന്നുപോയി. സമയം വൈകുന്നേരം ആവുകയാണ്. ഖ്യാതി ഇതുവരെയും വീട്ടിൽ മടങ്ങിയെത്തിയിട്ടില്ല. മാതാപിതാക്കൾ വലിയ ആശങ്കയിലായി. ജോലിക്കാരൻ റാമിനെ അവർ കണ്ടമാനം വഴക്ക് പറഞ്ഞു. നീ എന്തു പണിയാണ് കാണിച്ചത്? അവർ എന്തൊക്കെ പറഞ്ഞാലും അവിടെ കാത്തിരുന്ന് കുട്ടിയെ മടക്കിക്കൊണ്ടു വരേണ്ടത് നിന്റെ കടമയായിരുന്നു. നിന്നെ വിശ്വസിച്ചാണ് ഞങ്ങൾ അവളെ നിന്റെ കൂടെ പറഞ്ഞയച്ചത്. പക്ഷേ റാം എന്ത് ചെയ്യുവാനാണ്? ഖ്യാതിയാണ് അയാളോട് നിർബന്ധപൂർവ്വം വീട്ടിലേക്ക് മടങ്ങുവാനായിട്ട് ആവശ്യപ്പെട്ടത്. താൻ തൊട്ടു പിന്നാലെ വന്നുകൊള്ളാമെന്ന് അവൾ ഉറപ്പ് നൽകിയതുമാണ്. എന്നാൽ ഇപ്പോഴിതാ കാര്യങ്ങളെല്ലാം നേരെ തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ മെറീന പറഞ്ഞ അഡ്രസ്സിലേക്ക് പുറപ്പെടും മുൻപായിട്ട് ഖ്യാതി മറ്റൊരു കാര്യം ചെയ്തിരുന്നു. മെറീന തന്നെ വിളിച്ച ഫോൺ നമ്പർ ഖ്യാതി മാതാപിതാക്കളെ ഏൽപ്പിച്ചിരുന്നു. അവൾ കൊടുത്ത മെറീനയുടെ നമ്പറിലേക്ക് അയാൾ കോൾ ചെയ്തു. പക്ഷെ നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. അതിനുശേഷം ആ മാതാപിതാക്കൾ ജോലിക്കാരൻ റാമിനോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എവിടേക്കാണോ പോയത് അവിടേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക. അങ്ങനെ 3 പേരും അവിടേക്ക് പുറപ്പെടുകയാണ്. എന്നാൽ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ആ അപ്പാർട്ട്മെന്റ് പൂട്ടിക്കിടക്കുന്നു. അവിടെ ആരുമില്ല. തങ്ങളുടെ മകൾ എവിടെ പോയെന്ന് അവർക്ക് യാതൊരു എത്തും പിടിയും കിട്ടിയില്ല. ഒരു പക്ഷേ പ്രൈസ് മണിയും വാങ്ങിക്കൊണ്ട് കൂട്ടുകാരികളുടെ വീട്ടിൽ പോയിരിക്കാമെന്ന് അവർ ചിന്തിച്ചു. അതിന് പ്രകാരം ഖ്യാതിയുടെ കൂട്ടുകാരെ മുഴുവനും അവർ ഫോൺ വിളിച്ച് അന്വേഷിച്ചു. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചത് തന്നെയാണ് അവരിൽ നിന്നും വന്ന മറുപടി. ഖ്യാതി അവരുടെ ആരുടെയും വീട്ടിൽ എത്തിയിട്ടില്ല. ആ സമയത്താണ് അവരുടെ ആശങ്കകളെ വർദ്ധിപ്പിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായത്. ഖ്യാതിയുടെ പിതാവിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. ആ SMS-ന്റെ ഉള്ളടക്കം ഇതായിരുന്നു: നിങ്ങളുടെ മകളെ ഞങ്ങൾ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. മകളെ ജീവനോടെ കാണണമെങ്കിൽ 10 ലക്ഷം നേപ്പാൾ മണി റാൻസം മണിയായിട്ട് ഞങ്ങൾക്ക് നൽകണം. നേരെ മറിച്ച് ഇത് പോലീസിൽ അറിയിക്കാനാണ് ഭാവമെങ്കിൽ ഓർക്കുക, കുട്ടിയെ ജീവനോടെ പിന്നെ നിങ്ങൾ ഒരിക്കലും കാണില്ല. എത്രയും വേഗം പണം തയ്യാറാക്കി വയ്ക്കുക. ആ പണം എവിടെ എത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ തൊട്ടു പിന്നാലെ വരുന്നതായിരിക്കും. ഇതായിരുന്നു ആ മെസ്സേജിന്റെ ഉള്ളടക്കം. ഖ്യാതിയുടെ പിതാവ് വല്ലാത്തൊരവസ്ഥയിലായി. എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ല. അയാൾക്ക് മുൻപിൽ ഇപ്പോൾ 2 വഴികളുണ്ട്. ഒന്ന്, പോലീസിൽ ഈ കാര്യം അറിയിക്കാം. 2, അവർ ആവശ്യപ്പെട്ട മോചനദ്രവ്യം നൽകി കുട്ടിയെ വീണ്ടെടുക്കാം. ഒടുവിൽ അയാൾ തെരഞ്ഞെടുത്തത് രണ്ടാമത്തെ ഓപ്ഷനാണ്, പണം കൊടുത്ത് കുട്ടിയെ വീണ്ടെടുക്കുക. അയാൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുവാനായിട്ടും ഒരു കാരണമുണ്ട്. കാരണം ആ സമയത്ത് നേപ്പാളിൽ ഇതുപോലെ ധാരാളം കിഡ്നാപ്പിംഗ് കേസുകൾ നടന്നിട്ടുണ്ട്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുള്ള എല്ലാ കേസുകളിലും തട്ടിക്കൊണ്ടുപോയ വ്യക്തിയെ ജീവനോടെ കിട്ടിയിട്ടില്ല. പണം പോയാൽ പോകട്ടെ, തന്റെ മകളെ ജീവനോടെ മടക്കി കിട്ടണം. അതുകൊണ്ടാണ് അയാൾ രണ്ടാമത്തെ മാർഗം തിരഞ്ഞെടുത്തത്. വേഗം തന്നെ ശ്രേഷ്ഠ അവർ ആവശ്യപ്പെട്ട 10 ലക്ഷം നേപ്പാൾ മണി സംഘടിപ്പിക്കുവാൻ ആരംഭിച്ചു. ഖ്യാതിയുടെ പഠന ആവശ്യത്തിന് വേണ്ടിയിട്ട് അയാൾ കുറച്ച് പണം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും മതിയാകില്ല. അതുകൊണ്ട് തന്റെ സുഹൃത്തുക്കളിൽ നിന്നും കുടുംബക്കാരിൽ നിന്നും പരിചയക്കാരിൽ നിന്നും അയാൾ കുറച്ച് പണം വാങ്ങി. അങ്ങനെ ഒരു പ്രകാരത്തിൽ 10 ലക്ഷം രൂപ തയ്യാറാക്കി. എന്നിട്ട് കിഡ്നാപ്പേഴ്സിന്റെ കോൾ വരുവാനായിട്ട് കാത്തിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ അധികം വൈകാതെ അയാളുടെ മൊബൈലിലേക്ക് ഒരു SMS വരികയാണ്. ആ SMS-ൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: കാഠ്മണ്ഡുവിൽ നിന്നും ഏകദേശം 270 കിലോമീറ്റർ അകലെയായിട്ട് ബഡ്വാൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് നിങ്ങൾ പണവുമായിട്ട് വരിക. പണം കൈമാറിയ ശേഷം കുട്ടിയുമായിട്ട് തിരികെ മടങ്ങുക. അതോടൊപ്പം കിഡ്നാപ്പേഴ്സ് മറ്റൊരു നിബന്ധനയും മുൻപോട്ട് വെച്ചിരുന്നു. ശ്രേഷ്ഠ ഫാമിലി ഒറ്റയ്ക്ക് വരുവാൻ പാടില്ല. അവരുടെ കൂട്ടത്തിൽ ജോലിക്കാരൻ റാമും ഉണ്ടായിരിക്കണം. എന്തിനായിരിക്കണം ജോലിക്കാരനെയും കൂട്ടത്തിൽ കൂട്ടുവാനായിട്ട് അവർ ആവശ്യപ്പെട്ടത്? അതൊന്നും ആലോചിക്കുവാനായിട്ട് സമയമില്ല. എത്രയും വേഗം റാൻസം മണി കൊടുത്ത് മകളെ ജീവനോടെ വീണ്ടെടുക്കുക എന്നത് മാത്രമാണ് ആ മാതാപിതാക്കളുടെ ലക്ഷ്യം. വേഗം തന്നെ കാറുമെടുത്ത് മൂവരും ബഡ്വാളിലേക്ക് പുറപ്പെട്ടു. നീണ്ട ഒരു യാത്രയ്ക്ക് ശേഷം അവർ ബഡ്വാളിൽ എത്തിച്ചേരുകയാണ്. ബഡ്വാളിൽ എത്തിയ ശേഷം ഖ്യാതിയുടെ പിതാവ് കിഡ്നാപ്പേഴ്സിനൊരു മെസ്സേജ് അയച്ചു: ഞങ്ങൾ ബഡ്വാളിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ ജോലിക്കാരൻ റാമിനെയും കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ട്. പണവും തയ്യാറാണ്. എപ്പോൾ എവിടെ വെച്ച് കൈമാറണം? അതിനുശേഷം അവരുടെ മറുപടി വരുവാനായിട്ട് അവർ കാത്തിരുന്നു. താമസിയാതെ കിഡ്നാപ്പേഴ്സിൽ നിന്നും അടുത്ത SMS വന്നു. അതിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: ബട്വാളിൽ വെച്ച് പണം വാങ്ങുവാനായിട്ട് ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ഇവിടെ നിന്നും ഒരു 150 കിലോമീറ്റർ മുൻപോട്ട് പോവുകയാണെങ്കിൽ ചിത്വൻ എന്ന് പറയുന്നൊരു സ്ഥലം വരും. അവിടെ വെച്ച് ഞങ്ങൾ പണം വാങ്ങിക്കൊള്ളാം. ഖ്യാതിയുടെ പിതാവിന് ഒന്നും മനസ്സിലായില്ല. എന്തിനാണ് കിഡ്നാപ്പേഴ്സ് ഇങ്ങനെ സ്ഥലം മാറ്റി മാറ്റി പറയുന്നത്? പക്ഷെ അവരുടെ മുൻപിൽ വേറെ വഴിയുമില്ല. അതുകൊണ്ട് ചിത്വൻ ലക്ഷ്യമാക്കിയിട്ട് അവർ കാർ മുൻപോട്ടെടുത്തു. വൈകാതെ അവർ ചിത്വനിൽ എത്തിച്ചേരുകയാണ്. ചിത്വനിൽ എത്തിയ ശേഷം ഖ്യാതിയുടെ പിതാവ് മുൻപ് ചെയ്തതുപോലെ വീണ്ടും അവർക്ക് SMS അയച്ചു: ഞങ്ങൾ ഇപ്പോൾ ചിത്വനിലുണ്ട്. പണം എവിടെ വെച്ച് കൈമാറണം? കുട്ടിയെ എപ്പോൾ കൈമാറും? അതിന് മറുപടിയായിട്ട് വീണ്ടും ഒരു SMS വരികയാണ്. അതിന്റെ ഉള്ളടക്കം ഇതാണ്: എന്തോ
ചിത്വനി വെച്ച് പണം വാങ്ങുന്നതിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇവിടെ നിന്ന് നിങ്ങൾ വീണ്ടും ഒരു 150 കിലോമീറ്റർ പോവുകയാണെങ്കിൽ സുനൌളി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലം വരും. അവിടെ വെച്ച് ഞങ്ങൾ പണം വാങ്ങിക്കൊള്ളാം. മറ്റു വഴിയൊന്നും അവരുടെ മുൻപിലില്ല. മകളെ ജീവനോടെ കിട്ടണമെങ്കിൽ കിഡ്നാപ്പേഴ്സ് പറയുന്നത് അതുപോലെ അനുസരിച്ചേ മതിയാകൂ. അവർ 150 കിലോമീറ്റർ അകലെയുള്ള സുനൌളിയിലേക്ക് കാർ ഓടിച്ചു. സുനൌളിയിൽ എത്തിയ ശേഷം ഖ്യാതിയുടെ വീട്ടുകാർ വീണ്ടും കിഡ്നാപ്പേഴ്സിന് SMS അയച്ചു. മുൻപ് എന്താണോ അയച്ചത് അതുതന്നെയാണ് ഇത്തവണയും അയച്ചത്. അതുപോലെ മുൻപ് എന്തു മറുപടിയാണോ ഇവർക്ക് കിട്ടിയത് അതുതന്നെയാണ് വീണ്ടും കിട്ടിയത്. ഇത്തവണയും കിഡ്നാപ്പേഴ്സ് സ്ഥലം മാറ്റി പറഞ്ഞു. അവരുടെ ആവശ്യം ഇതായിരുന്നു: സുനോളിയിൽ നിന്നും ഒരു 700 കിലോമീറ്റർ പോവുകയാണെങ്കിൽ ഡാർജിലിംഗ് എന്ന് പറയുന്ന ഒരു സ്ഥലം വരും. അവിടെ വെച്ച് നിശ്ചയമായിട്ടും ഞങ്ങൾ പണം കൈപ്പറ്റിക്കൊള്ളാം. അതിനുശേഷം നിങ്ങളുടെ മകളെയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങാം. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട്. ഇത്രയും നേരം വരെ അവർ സഞ്ചരിച്ച സ്ഥലങ്ങളായ ബട്വാൾ, ചിത്വൻ, സൊനൌളി ഇതെല്ലാം നേപ്പാളിൽ തന്നെ ഉള്ള സ്ഥലങ്ങളാണ്. എന്നാൽ ഇപ്പോൾ കിഡ്നാപ്പേഴ്സ് ആവശ്യപ്പെടുന്ന സ്ഥലമാകട്ടെ നേപ്പാളിലല്ല, മറിച്ച് ഇന്ത്യയിലാണ്. ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് കടക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മറ്റൊരു തടസ്സമുണ്ട്. അതിർത്തിയിൽ നിശ്ചയമായിട്ടും ചെക്കിംഗ് ഉണ്ടായിരിക്കും. ഇവരുടെ കൈവശമാണെങ്കിൽ 10 ലക്ഷത്തോളം നേപ്പാൾ മണിയുമുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. എങ്കിലും വരുന്നത് വരട്ടെ എന്ന് കരുതി അവർ മുൻപോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചു. ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ അവർ സഞ്ചരിച്ചത് ഇത്രയധികം ദൂരമാണ്. ആരായാലും തളർന്നു പോകും. എന്തായാലും മറ്റു യാതൊരു തടസ്സവും കൂടാതെ അവർ ഡാർജിലിംഗിൽ എത്തിച്ചേരുകയാണ്. അവിടെ വെച്ച് കിഡ്നാപ്പേഴ്സിന്റെ അടുത്ത സന്ദേശം അവർക്ക് കിട്ടി. അതിലുണ്ടായിരുന്നത് ഇങ്ങനെയാണ്: ഡാർജിലിംഗിൽ വെച്ച് പണം വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നേരെ നേപ്പാളിലേക്ക് വരണം. അവിടെയുള്ള കാഗർഫിത്ത എന്ന സ്ഥലത്ത് വന്ന ശേഷം എന്നെ കോൺടാക്ട് ചെയ്യുക. അവിടെ വെച്ച് നിശ്ചയമായിട്ട് ഞാൻ പണം വാങ്ങാം. ഇതിനോടകം 1000-ലധികം കിലോമീറ്ററുകൾ അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. ആ യാത്രയാകട്ടെ ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലും എത്തി. പക്ഷെ അതുകൊണ്ടും അവരുടെ ദുരിതം അവസാനിച്ചില്ല. വീണ്ടും മടങ്ങി വരുവാനാണ് കിഡ്നാപ്പേഴ്സ് ആവശ്യപ്പെടുന്നത്. അവർ നേപ്പാളിലേക്ക് വീണ്ടും മടങ്ങി പോവുകയാണ്. ഒടുവിൽ കിഡ്നാപ്പേഴ്സ് പറഞ്ഞ കാഗർഫിത്ത എന്ന സ്ഥലത്ത് വന്നു. ഇത്തവണ കിഡ്നാപ്പേഴ്സ് കാഗർഫിത്തയിൽ വെച്ച് പണം വാങ്ങാമെന്ന് സമ്മതിച്ചു. അവർ ഒരു ഹോട്ടലിന്റെ അഡ്രസ്സ് ഖ്യാതിയുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുത്തു. ആ ഹോട്ടലിന്റെ മുറ്റത്ത് വന്ന ശേഷം ഈ നമ്പറിൽ ബന്ധപ്പെടുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഹോട്ടലിന്റെ മുൻപിൽ എത്തിയ ശേഷം ശ്രേഷ്ഠ വീണ്ടും മെസ്സേജ് അയച്ചു. അതിന് മറുപടിയായിട്ട് വന്ന SMS ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ജോലിക്കാരൻ റാമിന്റെ കൈവശം പണമടങ്ങിയ ബാഗ് കൊടുക്കുക. അയാൾ മാത്രമായിരിക്കണം ഹോട്ടലിന്റെ ഉള്ളിലേക്ക് വരേണ്ടത്. നിങ്ങൾ രണ്ടുപേരും പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യണം. ഖ്യാതിയുടെ മാതാപിതാക്കൾ പണമടങ്ങിയ ബാഗ് എടുത്ത് റാമിനെ ഏൽപ്പിച്ചു. എന്നിട്ട് അത് കിഡ്നാപ്പേഴ്സിന് കൈമാറുവാനായിട്ട് ആവശ്യപ്പെട്ടു. റാം ഹോട്ടലിന്റെ ഉള്ളിലേക്ക് ബാഗും തൂക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് അവരുടെ മനസ്സിലെ വിചാരം ഇതായിരുന്നു: അയാൾ പണം കിഡ്നാപ്പേഴ്സിന് കൈമാറും, എന്നിട്ട് ഖ്യാതിയെയും കൂട്ടിക്കൊണ്ട് മടങ്ങി വരും. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞു കാണും. റാം ഏകനായിട്ട് മടങ്ങി വരുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. മകൾ എവിടെയെന്ന അവരുടെ ചോദ്യത്തിന് അയാൾ കൊടുത്ത മറുപടി ഇതായിരുന്നു: കിഡ്നാപ്പേഴ്സ് റാമിന്റെ അടുക്കൽ നിന്നും പണമടങ്ങിയ ബാഗ് വാങ്ങിച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: എത്രയും വേഗം നിങ്ങൾ മൂവരും കാഠ്മണ്ഡുവിലേക്ക് മടങ്ങുക. നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഖ്യാതി അവിടെ എത്തിയിട്ടുണ്ടാവും. ഈ 3 പേരും അവർ പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. നേരെ കാഠ്മണ്ഡുവിലേക്ക് കാർ എടുക്കുകയാണ്. കാഠ്മണ്ഡുവിലെ തങ്ങളുടെ വീട്ടിൽ എത്തും വരെ അവരുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു: ഇതിനോടകം ഖ്യാതി വീട്ടിലെത്തിയിട്ടുണ്ടാകുമെന്ന്. എന്നാൽ വീട്ടിലെത്തിയതും ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു. ഖ്യാതി ഇതുവരെയും അവിടെ എത്തിയിട്ടില്ല. ഖ്യാതിയുടെ പിതാവ് വേഗം തന്നെ കിഡ്നാപ്പേഴ്സിന് SMS അയച്ചു: നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ ആവശ്യപ്പെട്ട തുക ഞങ്ങൾ തന്നു, പക്ഷെ മകൾ ഇതുവരെ വീട്ടിൽ മടങ്ങിയെത്തിയിട്ടില്ല. എന്നാൽ ആ SMSന് യാതൊരു മറുപടിയും കിട്ടിയില്ല. അതോടെ ആ നമ്പറിലേക്ക് അവർ കോൾ ചെയ്തു. പക്ഷെ ഫോൺ കണക്ട് ആവുന്നില്ല. അതിനുശേഷം ഖ്യാതിയുടെ ഫോണിലേക്ക് വന്ന മെറീന എന്ന യുവതിയുടെ നമ്പറിലേക്ക് വിളിച്ചു. അതും നോട്ട് റീച്ച്ഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ കിഡ്നാപ്പേഴ്സ് ശ്രേഷ്ഠ ഫാമിലിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. ഈ സമയത്താണ് അവർ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടങ്ങിയെത്തിയത്. തങ്ങളുടെ മകൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. പണം കൊടുത്തിട്ടും അവർ കുട്ടിയെ വിട്ടു തന്നിട്ടില്ല. പോലീസിനെ എത്രയും വേഗം ഈ കാര്യങ്ങൾ അറിയിക്കുവാൻ സമയമായെന്ന് അവർക്ക് മനസ്സിലായി. ഉടൻ തന്നെ സമീപത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തി ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും ശ്രേഷ്ഠ ഫാമിലി അവരോട് പറഞ്ഞു. ഖ്യാതിയുടെ മൊബൈലിലേക്ക് ആദ്യം വന്ന SMS, അതിനെ തുടർന്ന് പ്രൈസ് മണി വാങ്ങുവാൻ പോയ കുട്ടി കിഡ്നാപ്പ് ചെയ്യപ്പെട്ടത്, ശേഷം റാൻസം മണി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോൾ വന്നത്, അതേ തുടർന്നുണ്ടായ ദീർഘദൂര യാത്ര, ഒടുവിൽ റാൻസം മണി കൈമാറിയത്, അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും. ഇത് കേട്ട് നേപ്പാൾ പോലീസ് ഞെട്ടിപ്പോവുകയാണ്. അവർ ഈ മാതാപിതാക്കളോട് ചൂടായി. എത്രയോ കിലോമീറ്ററുകളാണ് അവർ നിങ്ങളെ ചുറ്റിച്ചത്, എന്നിട്ട് നിങ്ങൾക്ക് യാതൊരു സംശയവും തോന്നിയില്ലേ? നിങ്ങൾ ഇതിനോടകം ഈ കാര്യം ഞങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഇത് വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ അവർ വഴക്ക് പറഞ്ഞെങ്കിലും പോലീസിനും ഒരു കാര്യം അറിയാം. ആ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ അവർക്കിതല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും നേപ്പാൾ പോലീസ് ഈ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുത്തു. അവർ ഖ്യാതി എവിടെ പോയെന്ന് അന്വേഷണം ആരംഭിച്ചു. ഖ്യാതിയുടെ മാതാപിതാക്കളെ വിശദമായിട്ട് ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടാവുകയാണ്. പല പല സ്ഥലങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ് 1000-കണക്കിന് കിലോമീറ്ററുകളാണ് കിഡ്നാപ്പേഴ്സ് ഇവരെ ചുറ്റിച്ചത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് 2 കാരണമേ കാണൂ. അതിൽ ഒന്നിതാണ്:
ഇതിനോടകം ശ്രേഷ്ഠ ഫാമിലി പോലീസിനെ ഈ കാര്യങ്ങൾ അറിയിച്ചുവെന്ന് കിഡ്നാപ്പേഴ്സിന് സംശയം തോന്നിയിരിക്കാം. പോലീസിന്റെ വലയിൽ അകപ്പെടാതിരിക്കുവാനുള്ള മുൻകരുതലായിരിക്കാം ഈ നാട് ചുറ്റിക്കൽ. 2. പ്രതികാരം. ശ്രേഷ്ഠ ഫാമിലിയോട് വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കണം ഇതിനു പിന്നിൽ. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് അവരോട് ചോദിച്ചു. തന്റെ മകളെ തട്ടിക്കൊണ്ടു പോകുവാൻ മാത്രം വൈരാഗ്യമുള്ള ശത്രുക്കൾ തനിക്കില്ല എന്ന് അവരും പറഞ്ഞു. ആ സമയത്താണ് ഈ കേസ് ഹാൻഡിൽ ചെയ്ത പോലീസ് ഓഫീസർ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം അവരോട് ചോദിച്ചത്. നിങ്ങൾ പണം കൈമാറുവാനായിട്ട് ഹോട്ടലിന്റെ മുൻപിലെത്തിയ സമയത്ത് ജോലിക്കാരൻ റാമാണ് പണവുമായിട്ട് ഉള്ളിലേക്ക് പോയത്. അപ്പോൾ വിചിത്രമായിട്ടുള്ള എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പ്രത്യേകിച്ചും നിങ്ങൾക്ക് മുൻപരിചയമുള്ള ആരെയെങ്കിലും അവിടെ വെച്ച് കണ്ടിരുന്നു? ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ, അദ്ദേഹം ഈ മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടു. ആ സമയത്താണ് ഖ്യാതിയുടെ അമ്മയായ രാധയുടെ മനസ്സിലേക്ക് ഒരു കാര്യം കടന്നു വന്നത്. സാർ, ഞങ്ങൾ ഹോട്ടലിന്റെ മുൻപിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് മുൻപ് പരിചയമുള്ള ഒരാളെ കണ്ടിരുന്നു. പക്ഷെ അയാൾക്ക് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഓഫീസർ അവരോട് നിങ്ങൾ ആരെയാണ് കണ്ടത്, എങ്ങനെയാണ് അയാളുമായിട്ടുള്ള മുൻപരിചയം, എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ പറയുക. നിങ്ങൾ പറയുന്ന ഒരു ചെറിയ കാര്യം, അതിലെ ഒരു ചെറിയ ക്ലൂ മാത്രം മതിയാവും ഖ്യാതിയെ നമുക്ക് ജീവനോടെ വീണ്ടെടുക്കുവാൻ. രാധയും ശ്രേഷ്ഠയും അന്ന് പോലീസിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അതാണ് ഈ കേസിന് വഴിത്തിരിവായത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അവർ ബിരാത് നഗറിലാണ് താമസിച്ചത്. അവരുടെ വീട്ടുടമസ്ഥൻ ഒരു ഇന്ത്യക്കാരനാണ്. പേര് ബിരാൻ ശ്രേഷ്ഠ. ബിരേൻ ശ്രേഷ്ഠ ഒരു കോളേജ് അധ്യാപകനാണ്. കോളേജിലെ ജോലിക്ക് ശേഷം തന്റെ വീട്ടിൽ വെച്ച് അയാൾ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. ആ ട്യൂഷൻ ക്ലാസ്സിൽ ഖ്യാതിയും പങ്കെടുത്തിരുന്നു. എന്നാൽ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ഈ വീട് വിൽക്കുവാനായിട്ട് പോവുകയാണെന്ന് ബിരേൻ ശ്രേഷ്ഠ അവരോട് പറഞ്ഞു. അതോടെ അവർ വേറെ വീട്ടിലേക്ക് വാടകയ്ക്ക് താമസം മാറി. ഇത്രയുമാണ് ബിരേൻ ശ്രേഷ്ഠയുമായിട്ട് ഞങ്ങൾക്കുള്ള പരിചയം. അതിനുശേഷം അയാളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു. എന്നാൽ ഖ്യാതി കാണാതാവുന്നതിനും 5 ദിവസം മുൻപ് അയാൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. കുറച്ചു നേരം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. അതിനുശേഷം അയാൾ മടങ്ങിയും പോയി. പിന്നെ അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്നാൽ പണം കൈമാറുവാനായിട്ട് ഞങ്ങൾ പോയ ഹോട്ടലിന്റെ പരിസരത്ത് അയാളും ഉണ്ടായിരുന്നു. ഇതായിരുന്നു അവർ കൊടുത്ത മൊഴി. അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുവാൻ യാതൊരു തുമ്പുമില്ലാതിരുന്ന ഈ കേസിലേക്ക് പുതിയൊരു സസ്പെക്ട് കടന്നു വന്നിരിക്കുകയാണ് ബിരേൻ ശ്രേഷ്ഠ. നേപ്പാൾ പോലീസ് വേഗം തന്നെ അയാളെക്കുറിച്ച് അന്വേഷിക്കുവാൻ ആരംഭിച്ചു. ഖ്യാതിയുടെ തിരോധാനത്തിനെ ബിരേനുമായിട്ട് ബന്ധിപ്പിക്കുവാൻ കഴിയുന്ന യാതൊരു തെളിവും ഇവരുടെ കൈവശമില്ല. എങ്കിലും അയാളെ മാത്രം ചുറ്റിപ്പറ്റിയായിരുന്നു പോലീസിന്റെ ആദ്യഘട്ട അന്വേഷണം മുൻപോട്ട് നീങ്ങിയത്. പോലീസ് വേഗം ബിരേൻ ശ്രേഷ്ഠ താമസിക്കുന്ന വീട് കണ്ടെത്തി. അതൊരു വാടക വീടാണ്. അതാകട്ടെ അടഞ്ഞു കിടക്കുന്നു. ഉള്ളിൽ ആളുള്ള യാതൊരു ലക്ഷണവുമില്ല. പിന്നീട് അവർ സമീപവാസികളോട് ബിരേൻ ശ്രേഷ്ഠയെക്കുറിച്ച് അന്വേഷിച്ചു. അവരിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. കഴിഞ്ഞ 10-20 ദിവസമായിട്ട് അയാൾ ഇവിടേക്ക് വന്നിട്ടില്ല. ഇതോടെ അവരുടെ സംശയവും അധികരിച്ചു. അതേ സമയത്ത് കാഠ്മണ്ഡുവിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. കാഠ്മണ്ഡുവിനെ ചുറ്റിപ്പറ്റി 10-20 കിലോമീറ്ററിന്റെ ഉള്ളിലായിട്ട് 3 നദികളുണ്ട്. അതിൽ ഒരു നദിയാണ് സൈൻബു. ഒരു ദിവസം സൈൻബു നദിക്കരയിലൂടെ യാത്ര ചെയ്ത ചിലർ ഒരു കാര്യം കണ്ടു. കയ്യും കാലും തലയും ഇല്ലാത്ത ഒരു ജഡം നദിയിലൂടെ ഒഴുകിപ്പോകുന്നു. പോലീസ് വേഗം അവിടെ എത്തി ആ ജഡം കരക്കടിപ്പിച്ചു. തൊട്ടു പിന്നാലെ മറ്റൊരു വാർത്തയും അവരെ തേടി വരികയാണ്. അവിടെ നിന്നും കുറച്ച് മാറി നാരായൺ ഘട്ട എന്നു പേരുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു അരുവിയുണ്ട്. ആ അരുവിയിൽ നിന്നും ഒരു മനുഷ്യന്റെ കൈകളും കാലുകളും കിട്ടിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ ബലാജു എന്ന് വിളിക്കുന്ന ഒരു നദിയിൽ നിന്നും ഒരു തലയും കിട്ടി. വീണ്ടെടുക്കപ്പെട്ട ഈ തലയും മറ്റ് ശരീരഭാഗങ്ങളുമാകട്ടെ ഡീകമ്പോസ് ആയ നിലയിലായിരുന്നു. അതുകൊണ്ട് കൊല്ലപ്പെട്ടത് ആരാണെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഒരു പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കാണാതായ ഖ്യാതിയുടെ ആയിരിക്കുമോ ഈ ശരീരഭാഗങ്ങളെന്ന് അവർക്കൊരു സംശയം തോന്നി. ജഡം തിരിച്ചറിയുവാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് മുൻപിൽ ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ: DNA പരിശോധന. നേപ്പാൾ പോലീസ് ഖ്യാതിയുടെ വീട്ടുകാരിൽ നിന്നും ജഡത്തിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. ആ പരിശോധനാ ഫലത്തിന്റെ റിപ്പോർട്ട് വരുന്നതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഖ്യാതി കാണാതായിട്ട് ഏകദേശം 16 ദിവസങ്ങൾക്ക് ശേഷം സോർഹാഗുട്ടെ എന്ന സ്ഥലത്ത് വെച്ച് ബിരേനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബിരേൻ ശ്രേഷ്ഠയുടെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചപ്പോൾ പോലീസിന് കിട്ടിയ വിവരം ഇതാണ്. നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ് ബിരേന്റേത്. എങ്കിലും വീട്ടുകാരെ ആശ്രയിക്കാതെ സ്വന്തം കഴിവിന്റെ ബലത്തിൽ നല്ലൊരു നിലയിലെത്തണമെന്ന് അവനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് ഡാർജിലിംഗിൽ നിന്നും നേപ്പാളിലേക്ക് വന്നത്. നേപ്പാളിൽ എത്തിയ ശേഷം അയാൾ ഒരു കോളേജിൽ അധ്യാപകനായിട്ട് ചേർന്നു. ഇവിടേക്ക് വരുമ്പോൾ തന്നെ അവന്റെ കൈവശം ധാരാളം പണം ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് നേപ്പാളിൽ സ്വന്തമായിട്ടൊരു വീട് അയാൾ വാങ്ങി. 2 നിലയുള്ള ഒരു വീടാണിത്. അതുകൊണ്ട് ഒരു ഫ്ലോർ വാടകയ്ക്ക് കൊടുക്കുവാൻ ബിരേൻ തീരുമാനിച്ചു. ആ വീട്ടിലേക്ക് വാടകയ്ക്ക് താമസിക്കാമെന്നത് ശ്രേഷ്ഠ ഫാമിലി ആയിരുന്നു. അങ്ങനെയാണ് ബിരേനുമായിട്ട് ഇവർക്ക് പരിചയമുണ്ടായത്. അങ്ങനെ ഏതാനും മാസങ്ങൾ മുൻപോട്ട് പോയപ്പോഴാണ് താൻ ഈ വീട് വിൽക്കുവാൻ പോവുകയാണെന്ന് ബിരേൻ അവരെ അറിയിച്ചത്. എത്രയും വേഗം വീട് ഒഴിയുവാനും ആവശ്യപ്പെട്ടു. എന്തായാലും ബിരേനെ പിടികൂടിയ ശേഷം പോലീസ് അവനെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കി. നിങ്ങൾക്ക് ഖ്യാതി എന്ന പെൺകുട്ടിയെ അറിയാമോ? അവർ അവനോട് ചോദിച്ചു. നന്നായിട്ട് അറിയാം സാർ, വളരെ കാഷ്വലായിട്ട് അവൻ മറുപടി പറഞ്ഞു. എന്റെ വീട്ടിലായിരുന്നു അവർ കുറച്ചു കാലം വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ഞാൻ ആ കുട്ടിക്ക് ട്യൂഷൻ വരെ എടുത്തിട്ടുണ്ട്. ഈ ഖ്യാതി എന്ന പെൺകുട്ടിയെ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുവാനില്ല. അതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ?
പോലീസ് വീണ്ടും അവനോട് ചോദിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല എന്നവൻ പറഞ്ഞു. പോലീസിന്റെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉരുണ്ട് കളിച്ച് മറുപടി പറഞ്ഞെങ്കിലും അവരുടെ സംശയം ബലപ്പെടുകയാണ് ചെയ്തത്. നിശ്ചയമായിട്ടും ഖ്യാതിയുടെ തിരോധാനത്തിനും ഇവനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് അവർക്ക് ഉറപ്പായി. അതുകൊണ്ട് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ അവർ അവനെ ചോദ്യം ചെയ്തു. ഒടുവിൽ ബിരേൻ ശ്രേഷ്ഠ നേപ്പാളിനെ നടുക്കി ആ കുറ്റസമ്മതം നടത്തുകയാണ്. ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്ക് കുടിയേറിയ സമയത്ത് ബിരേൻ ശ്രേഷ്ഠയുടെ കൈവശം ധാരാളം പണം ഉണ്ടായിരുന്നു. നല്ല ജോലിയുണ്ട്, അതിൽ നിന്നും വലിയൊരു വരുമാനം വരുന്നുണ്ട്. മാത്രവുമല്ല ട്യൂഷൻ എടുക്കുന്ന ഇനത്തിലും വാടക ഇനത്തിലുമായിട്ട് വേറെയും വരുമാനമുണ്ട്. അങ്ങനെ ജീവിതം സുഖകരമായിട്ട് മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് അയാളുടെ ജീവിതത്തെ താളം തെറ്റിച്ചൊരു സംഭവം ഉണ്ടായത്. ഒരു ദിവസം ബിരേന്റെ സുഹൃത്ത് അയാളെ ഒരു കാസിനോയിലേക്ക് ചൂത് കളിക്കുവാനായിട്ട് ക്ഷണിച്ചു. ആദ്യത്തെ ദിവസം അയാൾക്ക് ചൂതുകളിയിൽ കുറച്ച് ലാഭം കിട്ടി. അതുകൊണ്ട് അടുത്ത ദിവസവും പോയി, അന്നും ലാഭം കിട്ടി. പിന്നെ ചൂതാട്ട കേന്ദ്രങ്ങളിലേക്കുള്ള ഈ യാത്ര അതൊരു സ്ഥിരം ഏർപ്പാടായിട്ട് മാറി. ചിലപ്പോൾ പണം കിട്ടും, മറ്റു ചിലപ്പോൾ പണം പോകും. നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിൽ അടുത്ത ദിവസവും പോകും. അങ്ങനെ അയാൾക്ക് ഇതൊരു അഡിക്ഷനായിട്ട് മാറുകയാണ്. ക്രമേണ എല്ലാ ചൂതുകളിയിലും അയാൾ തോൽക്കുവാൻ തുടങ്ങി. അതോടെ വലിയ കടക്കാരനായി. ഒടുവിൽ വീട് വിൽക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന അവസ്ഥയായി. അതുകൊണ്ടാണ് അയാൾ വീട് വിൽക്കുവാനായിട്ട് തീരുമാനിച്ചതും ശ്രേഷ്ഠ കുടുംബത്തോട് അവിടെ നിന്നും മാറുവാനായിട്ട് ആവശ്യപ്പെട്ടതും. എന്നാൽ വീട് വിറ്റിട്ടും അയാളുടെ കടബാധ്യത അവസാനിച്ചില്ല. ഇതിനിടയിൽ കോളേജിൽ ഉണ്ടായിരുന്ന ജോലിയും പോയി. പിന്നീട് ചെറിയ ചെറിയ ജോലികൾ ചെയ്താണ് അയാൾ ജീവിച്ചു വന്നത്. ഒരു വശത്ത് ചൂതാട്ടത്തോടുള്ള ആസക്തി, മറുവശത്ത് കടബാധ്യത. ഇത് രണ്ടും ചേർന്ന് അയാളെ ഞെരിക്കുവാൻ തുടങ്ങി. കഴിയുന്നിടത്തോളം ആളുകളിൽ നിന്നുമെല്ലാം അയാൾ പണം കടം വാങ്ങി ചൂത് കളിക്കുവാൻ ആരംഭിച്ചു. അതിനായിട്ട് ഇന്ത്യയിലുള്ള തന്റെ വീട്ടുകാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നും പണം കടം വാങ്ങി, അറിയാവുന്ന പരിചയക്കാരിൽ നിന്നുമെല്ലാം കടം വാങ്ങി ചൂത് കളിച്ചു. പക്ഷെ എല്ലായിടത്തും പരാജയമായിരുന്നു ബിരേനെ കാത്തിരുന്നത്. ഒടുവിൽ ഇനി കടം ചോദിക്കുവാനായിട്ട് ആരുമില്ല എന്ന അവസ്ഥയായി. ആ സമയത്താണ് ശ്രേഷ്ഠ ഫാമിലിയെക്കുറിച്ച് ബിരേൻ ഓർത്തത്. അവർ കുറച്ചു കാലം തന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്നു. മാത്രവുമല്ല അവിടുത്തെ കുട്ടിക്ക് താൻ ട്യൂഷനും എടുത്തിട്ടുണ്ട്. ശ്രേഷ്ഠയോട് കുറച്ച് പണം കടം വാങ്ങാമെന്ന പ്രതീക്ഷയോടെ അയാൾ കാഠ്മണ്ഡുവിൽ എത്തുകയാണ്. എന്നാൽ ശ്രേഷ്ഠയാകട്ടെ ബിരേന് ₹1 പോലും കടം കൊടുത്തില്ല. അതും കൂടാതെ ഖ്യാതിയുടെ പിതാവ് വാവിട്ട് ഒരു കാര്യം ബിരേനോട് പറയുകയും ചെയ്തു. എന്റെ മകൾ ഇപ്പോൾ +2 പഠിക്കുകയാണ്. അവൾക്കൊരു പൈലറ്റ് ആകുവാനാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പണം ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം അവളെ ഏതെങ്കിലും ഒരു പൈലറ്റ് അക്കാദമിയിൽ ചേർക്കണം. അതുകൊണ്ട് പണം തരുവാനായിട്ട് യാതൊരു നിവൃത്തിയുമില്ല. ഇതാണ് അയാൾ ബിരേനോട് പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് അയാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ചിന്ത അത് മറ്റൊന്നായിരുന്നു. ഖ്യാതിയുടെ പിതാവിന്റെ പക്കൽ പണമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ഒരു വശത്ത് കടബാധ്യത, മറുവശത്ത് ചൂതാട്ടത്തോടുള്ള ആസക്തി. എന്നാൽ കയ്യിലാകട്ടെ 5 കാശുമില്ല. അതുകൊണ്ട് ഖ്യാതിയെ തട്ടിക്കൊണ്ടുപോയി ആ പണം അപഹരിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. പക്ഷെ അയാളെ കൊണ്ട് ഒറ്റയ്ക്കത് സാധിക്കില്ല. അതിനായിട്ട് മറ്റൊരാളുടെ സഹായം വേണം. അങ്ങനെയാണ് ഈ കഥയിലേക്ക് മെറീന ഷാക്യ കടന്നു വരുന്നത്. ഈ മെറീന മറ്റാരുമല്ല, ബിരേന്റെ ഒരു മുൻ വിദ്യാർത്ഥിനിയാണ്. അവൾക്കും ആ സമയത്ത് പണത്തിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് മെറീനയും ഈ കിഡ്നാപ്പിങ്ങിന് സമ്മതം മൂളി. അതിനുശേഷം ഇവർ വിശദമായിട്ട് ആലോചിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി. ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് ഖ്യാതിയുടെ മൊബൈലിലേക്ക് ആ SMS വരുന്നത്. ജോലിക്കാരൻ റാമിനെയും കൂട്ടി ഖ്യാതി മെറീന പറഞ്ഞ ഓഫീസിൽ എത്തുകയാണ്. അതിനുശേഷം തന്ത്രപൂർവ്വം മെറീന റാമിനെ വീട്ടിലേക്ക് മടക്കി അയച്ചു. എന്നിട്ട് മാഗസിന്റെ MD വിളിക്കുന്നു എന്ന് പറഞ്ഞ് ഖ്യാതിയെ ഒരു ഓഫീസ് റൂമിലേക്ക് കൊണ്ടുപോയി. ആ ഓഫീസ് റൂമിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളെ കണ്ടതും ഖ്യാതിയുടെ കണ്ണുകൾ അമ്പരപ്പ് കൊണ്ട് വിരിയുവാൻ കാരണം ഇതാണ്. ഒരു മേശയ്ക്ക് പിന്നിലായിട്ട് MDയുടെ സ്ഥാനത്തിരിക്കുന്നത് ബിരേനാണ്. അയാളെ ഈ കുട്ടിക്ക് മുൻ പരിചയമുണ്ട്. പഴയ അധ്യാപകനാണ്. ഇരുവരും തമ്മിൽ ദീർഘനേരം സംസാരിച്ചു. ആ സമയത്താണ് ക്ലോറോഫോം മുക്കിയ ടവൽ ഉപയോഗിച്ച് അയാൾ അവളെ ആക്രമിച്ചത്. അതിനുശേഷം ഖ്യാതിയുടെ കൈയും കാലും കെട്ടി കാറിന്റെ ഉള്ളിലാക്കി മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെയുള്ളൊരു മുറിയിൽ അവളെ പൂട്ടിയിട്ടു. അതിനുശേഷമാണ് ഖ്യാതിയുടെ മാതാപിതാക്കളെ കോൺടാക്ട് ചെയ്തത്. നാടായ നാട് മുഴുവനും അവരെ ചുറ്റിച്ച ശേഷം 10 ലക്ഷം രൂപ കൈപ്പറ്റുകയും ചെയ്തു. പോലീസിനോട് ബിരേൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കുട്ടിയെ കൊലപ്പെടുത്തുവാനായിട്ട് തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. പക്ഷേ ക്ലോറോഫോമിന്റെ അളവ് അയാൾ ഉദ്ദേശിച്ചതിലും അധികമായിരുന്നു. അങ്ങനെയാണ് അവൾ മരണപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അത് പിന്നീട് തെളിയുകയും ചെയ്തു. ഈ കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ബിരേന് ഒരു കാര്യം വ്യക്തമായിട്ടും അറിയാമായിരുന്നു: ഖ്യാതി തന്നെ തിരിച്ചറിയും. അതുകൊണ്ട് അവളെ ജീവനോടെ മടക്കി വിടുവാനായിട്ട് പാടില്ല. അവൾ തിരികെ വീട്ടിലെത്തിയാൽ താനാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് അറിയും. വൈകാതെ പിടിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ബിരേൻ ചെയ്ത കാര്യം ഇതാണ്: അബോധാവസ്ഥയിലായ ഖ്യാതിയുടെ തലയിൽ ഇരുമ്പ് വടികൊണ്ട് ശക്തമായിട്ടടിച്ചു. അതും പലവട്ടം. അതിനുശേഷം അവളെ തുണ്ടു തുണ്ടായിട്ട് വെട്ടി പലയിടത്തായിട്ട് വലിച്ചെറിഞ്ഞു. ഒടുവിൽ ഈ കേസ് കോടതിയിൽ എത്തുകയാണ്. ബാലേന്ദ്ര രൂപഖേദി എന്ന ജഡ്ജിയായിരുന്നു ശിക്ഷ വിധിച്ചത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ട് കൊലപ്പെടുത്തിയതിന് ബിരേന് 39 വർഷം തടവും കൂട്ടാളിയായ മെറീനയ്ക്ക് 34 വർഷം തടവും വിധിച്ചു. ഇതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ മെറീനയ്ക്കെന്ന് വെറും 19 വയസ്സേ പ്രായമുള്ളൂ. അവളും ഒരു വിദ്യാർത്ഥിനിയാണ്. പക്ഷേ കോടതിയുടെ ഈ വിധിയിൽ നേപ്പാളിലെ ജനങ്ങൾ അസ്വസ്ഥരായിരുന്നു.
ഇരുവർക്കും വധശിക്ഷ വിധിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പ്രതികളെ കോടതിയിൽ എത്തിച്ച സമയത്ത് അവർക്ക് നേരെ ജനക്കൂട്ട ആക്രമണം വരെ ഉണ്ടായി. ഒരു പ്രകാരത്തിലാണ് പോലീസ് അവരെ രക്ഷിച്ചെടുത്തത്. ശിക്ഷാവിധിയെ തുടർന്ന് ഇരുവരെയും നേപ്പാൾ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു. അവിടെ അവർക്ക് കൂട്ടായിട്ട് മറ്റൊരു കുപ്രസിദ്ധനായിട്ടുള്ള കൊലയാളി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ ചാൾസ് ശോഭരാജ്. ശോഭരാജ് കിടക്കുന്ന അതേ വാർഡിൽ തന്നെയാണ് ബിരേനെയും അവർ അടച്ചത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബിരേന്റെ ഭാര്യ വിവാഹമോചനം നേടിയിരുന്നു. വളരെ സമർത്ഥയായ നല്ലൊരു ഭാവി ഉണ്ടെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരു കുട്ടിയുടെ ജീവിതമാണ് വെറും ചൂതുകളി ഭ്രമത്തിന്റെ പേരിൽ അയാൾ തല്ലിക്കെടുത്തിയത്. അതിനുള്ള ശിക്ഷ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കേസിൽ നിന്നും നമ്മൾ നിരവധി പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഇത്തരം SMS-കളുടെ കാര്യമാണ്. 2005-2010 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇത്ര കോടി രൂപ പ്രൈസ് മണി അടിച്ചിരിക്കുന്നു, നിങ്ങൾ ഈ ലോട്ടറിയുടെ വിന്നർ ആയിരിക്കുന്നു, അതുപോലെ വേദനിക്കുന്ന ഒരു കോടീശ്വരനാണ് ഞാൻ, എന്റെ സ്വത്തുക്കൾ മുഴുവൻ ദാനം ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു, നിങ്ങളെയാണ് അതിനെ തിരഞ്ഞെടുത്തത്. ഇങ്ങനെയുള്ള മെസ്സേജുകൾ വന്നാൽ പലരും അത് വിശ്വസിക്കുമായിരുന്നു. അതിൽ അവരെ തെറ്റു പറയുവാനും കഴിയില്ല. കാരണം ഇത്തരം സ്കാമിനെ കുറിച്ച് അവർക്ക് യാതൊരു അവബോധവുമില്ല. എന്നാൽ ഇപ്പോഴും ഇത്തരം സ്കാമുകൾ നടക്കുന്നുണ്ട്. വേറെ രൂപത്തിൽ, വേറെ ഭാവത്തിലാണെന്ന് മാത്രം. അതിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് ഏറ്റവും അധികം ബുദ്ധിമാന്മാരാണെന്ന് സ്വയം അഹങ്കരിക്കുന്ന മലയാളികളാണ്. നമ്മളെ പറ്റിക്കുന്നവരാകട്ടെ പ്രാകൃത രാഷ്ട്രമെന്ന് നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്ന ആഫ്രിക്കക്കാരും. കുട്ടിയെ കാണുവാനില്ല എന്നും മെറീനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല എന്നും തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ അവർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഖ്യാതിയെ ജീവനോടെ രക്ഷിക്കുവാൻ പോലീസിന് കഴിഞ്ഞേനെ. ഖ്യാതിയുടെ മാതാപിതാക്കൾ സ്വന്തം നിലയിൽ പോലീസിനെ അറിയിക്കാതെ അവളെ രക്ഷിക്കുവാനായിട്ട് മുൻപോട്ട് പോയതും ഈ മരണത്തിനൊരു കാരണമാണ്. അതുകൊണ്ട് ഇത്തരം എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഉണ്ടായാൽ ഉണ്ടാകാതിരിക്കട്ടെ. ആദ്യം സമീപിക്കേണ്ടത് പോലീസിനെയാണ്. അതുപോലെ ഈ അരുങ്കൊല നടക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മറ്റൊന്നിതാണ്. ബിരേൻ ശ്രേഷ്ഠ പ്രധാൻ ഖ്യാതിയുടെ പിതാവിന്റെ അടുക്കൽ പണം കടം ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്ന സമയത്ത് അയാൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, എന്റെ കയ്യിലെങ്ങും യാതൊരു കാശുമില്ല, വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു പോകുന്നത്. അതിന് പകരം അയാൾ ചെയ്ത കാര്യം ഇതാണ്. ബിരേന് പണം കടം കൊടുത്തുമില്ല, മറിച്ച് തന്റെ കൈവശം ധാരാളം പണമുണ്ടെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് ഈ കുറ്റകൃത്യത്തിന് പ്രചോദനമായിട്ട് മാറിയത്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് പഠിക്കാം. നമ്മുടെ സാമ്പത്തിക നിലവാരം, അതിന്റെ സ്രോതസ്സുകൾ, അത് ആരോടും വെളിപ്പെടുത്തുവാനായിട്ട് പാടില്ല. ഉറ്റ സുഹൃത്തുക്കൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന പലരും യഥാർത്ഥത്തിൽ അങ്ങനെ ആകണമെന്നില്ല. നമ്മുടെ ഉയർച്ചയിൽ അസൂയ പൂണ്ടു നിൽക്കുന്നവരായിരിക്കും അവർ. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടവരോട് മാത്രം പറയുക. അത്തരം വ്യക്തികൾ ആരാണെന്ന് കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെയുള്ള വ്യക്തികളെ കണ്ടെത്തുവാനായിട്ട് ഒരു കോഴ്സ് നിലവിലുണ്ട്. നമ്മൾ എല്ലാവരും ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നവരുമാണ്. ആ കോഴ്സിന്റെ പേരാണ് ജീവിതം.